എൻ്റെ കൂട്ടത്തിലുള്ളത് KS മെൻ്ററിലെ +2 10th ടീമിലെ ഒരു ഭാഗം ആൾക്കാരാണ്. നമ്മുടെ ടീം ഇതിലും വലുതാണ്. ഞാനതിൽ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേരള ഹിസ്റ്ററി, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ KS മെൻ്റർ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അരുൺ രാജ് സാറ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. 13 കൊല്ലത്തോളം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള, ഹിസ്റ്ററിയിൽ അക്കാഡമിക് തലത്തിൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള അരുൺ രാജ് നമ്മളോട് പറയും എന്താണ് കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ ഇന്ന് 10th +2 തല എക്സാമുകളിൽ നടക്കുന്നത്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ ഒരു സബ്ജക്റ്റിനെ ഒരു കുട്ടി സമീപിക്കേണ്ടത്, പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പറയാം, പല തരത്തിലുള്ള കുട്ടികളെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു 2016-17 കാലഘട്ടത്തിലുള്ള ഒരു സിസ്റ്റം അല്ല ഇപ്പോഴും. പരീക്ഷകൾക്ക് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെയും പലതരത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു 2016-17 എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ പിള്ളേരിപ്പം PSC എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാക്സിമം അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എക്സാമിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റം ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പം കുറച്ച് ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാന നായകന്മാർ 2016-17 പരീക്ഷകൾക്കെല്ലാം ഒരുപാടുണ്ടായിരുന്നു. P. കൃഷ്ണപിള്ള പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയില്ല, എണ്ണം കുറച്ചു. പക്ഷേ എണ്ണം കുറച്ചപ്പോൾ എന്താ, ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പരമാവധി അതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെയാണോ ഡൈവേർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ്റെ വ്യാപ്തി കൂട്ടാൻ പറ്റുന്നത് ആ രീതിയിൽ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പഠിപ്പിച്ചു പോകുന്നത്.